നമസ്കാരം. പുതിയ പ്രതീക്ഷകളോടെ ഒരു പുതിയ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മിഥുനം 1. ഈ മിഥുന മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ആദ്യത്തേതായ ചിത്രം ഉപ്പന്റെ ചിത്രമാണ്. രണ്ടാമത്തേത് കാക്കയാകുന്നു. ഈ 2 പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഇഷ്ടദേവതയുടെ നാമം ഇന്നേ ദിവസം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഉപ്പനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ ചില മനോവിഷമങ്ങൾ, മനക്ലേശങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന വിഷമങ്ങൾ അത് തുടരുകയുമാകാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതാകുന്നു. നിങ്ങൾ അല്പമൊന്ന് പരിശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. നെഗറ്റീവായ ഇത്തരം ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പോസിറ്റീവ് ഊർജം മനസ്സിൽ നിറച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റുള്ളവരോട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും ശരിയായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ഉപദേശങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. അല്പം ഉയർച്ച, ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ കാലതാമസം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ, അല്ലെങ്കിൽ അനുകൂലമായ ബന്ധങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ടു പോകണം എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. വിവാഹത്തിലെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാശി അല്പം കുറയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. വാശി ഒഴിവാക്കണം എന്നതാണ് വാസ്തവം. കാരണം അനാവശ്യമായ വാശി ഈ സമയം നിങ്ങളുടെ അപകട സാധ്യതകളും നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരാം. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. പിന്നീട് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ വില മനസ്സിലാവുക. അതിനാൽ വാശി ഒഴിവാക്കി മുന്നോട്ട് പോവുക. സാമ്പത്തികപരമായി അധികം ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ തീർച്ചയായും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. പ്രത്യേകിച്ചും ഏതൊരു സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ടും ഈ മാസം പ്രത്യേക ശ്രദ്ധ നൽകുന്നത് ശുഭകരമാണ്. ചതി സംഭവിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടം സംഭവിക്കാനോ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ മേൽനോട്ടം അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ കയ്യിൽ ചില സാമ്പത്തികപരമായ കാര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാം. അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതായ കാര്യങ്ങളായി മാറാം. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സമ്പത്ത് കൈകളിലേക്ക് വന്നു ചേരും, ധനം വന്നു ചേരും. എന്നാൽ ഇതുകൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സമയം തന്നെയാണ് ഇത്. കാരണം ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാതെ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് മൂലം ധനനഷ്ടത്തിന് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഈ സമയം ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരുകയോ പുതിയ കരാറുകൾ അനുകൂലമാവുകയോ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. പാരിതോഷികങ്ങൾ, അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പലർക്കും ചെയ്യുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സൗഭാഗ്യം പല വഴികളിലൂടെയും തേടിയെത്താം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടോ സമ്മാനങ്ങൾ, അത് മറ്റ് പല രീതികളുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനും വിദ്യയിൽ ഉയർച്ച നേടുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ തേടിയെത്തുവാനും സാധ്യത കൂടുതലാകുന്നു. സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ എന്നിവരുമായി ബന്ധപ്പെട്ട്, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, പല കാര്യങ്ങളിലും സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഈ മാസം ശുഭകരം തന്നെയാണ്. എന്നാൽ പ്രധാനമായും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ മാസം മുൻപോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ പക്ഷിയായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ദീർഘനാളായി നിങ്ങളുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട്. അത് നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. അത്തരത്തിൽ ചില ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചില ആഗ്രഹങ്ങളോ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദീർഘനാളായി ആഗ്രഹിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം വഴികൾ തുറന്നു ലഭിക്കാം. അതിനാൽ ഈ സമയം ശരിയായ രീതിയിലുള്ള പരിശ്രമം നിങ്ങളെ വിജയത്തിലെത്തിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ വീടുകളിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളോ കൂടുതലാകുന്നു. ഏതൊരു കാര്യവും ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയമാകുന്നു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും വന്നു ചേരാം. കാരണം തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ആലോചന, എടുത്തുചാട്ടം എന്നിവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാശി തന്നെയാണ്. വാശിയും ജീവിതത്തിൽ നിന്നും, അനാവശ്യമായ വാശി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം ദൗർഭാഗ്യങ്ങൾ വന്ന് ചേരാനുള്ള സാധ്യതകൾ അല്പം കുറവ് തന്നെയാണ്. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഗുണകരമായ ഒരു മാസം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ആഗ്രഹങ്ങൾ നടക്കാം. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അഥവാ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് പറയാം. വീട്, വസ്തു, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഒരു പരിധിവരെ അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ദേവീക്ഷേത്രത്തിൽ കാര്യസിദ്ധി പൂജ ഈ മാസം നടത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വിദ്യയിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ഇപ്പോൾ വിദ്യയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ താൽക്കാലികമായ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തടസ്സങ്ങൾ അല്പമുണ്ട് എങ്കിലും ജോലി ലഭിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ വിദേശത്തും സ്വദേശത്തും ഇപ്പോൾ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം തൊഴിൽ മാറാനും തൊഴിൽപരമായ ഉയർച്ച നേടാനും സ്ഥാനോന്നതി ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം സ്വന്തം പരിശ്രമങ്ങൾക്ക് വില നൽകേണ്ടതായ ഒരു സമയമാകുന്നു. കാരണം സ്വന്തം പരിശ്രമത്താൽ വലിയ വിജയങ്ങൾ, സ്വീകാര്യത, ബഹുമാനം എന്നിവ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അനുമോദനങ്ങൾ അഥവാ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാണ്. ഈശ്വരാധീനം അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും നിത്യവും ഇഷ്ടദേവതയെ ഭജിക്കുന്നതും സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലോ അടുത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ശുഭകരമാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും വന്നു ചേരുന്ന
ഒരു സൗഭാഗ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആത്മവിശ്വാസം തന്നെയാണ്. ആത്മബലം, ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയം. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുവാനും സാധിക്കുന്നതായ സമയം. അതിനാൽ എടുത്തുചാട്ടം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. സാമ്പത്തികപരമായ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വരാം. എന്നാൽ ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തീർച്ചയായും സാമ്പത്തികപരമായ കാര്യങ്ങളിലും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രത്യേകിച്ചും കടം നൽകിയ പണം തിരികെ ലഭിക്കുകയോ അഥവാ കടം ലഭിക്കാനോ അല്ലെങ്കിൽ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനോ സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ മേഖലയും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അഥവാ ചെറുകിട വ്യാപാരവുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ രാഷ്ട്രീയപരമായും ചില അനുകൂലമായ ഘടകങ്ങൾ വന്നു ചേരാം. ജീവിതശൈലി അല്പം കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ പ്രശ്നമാണ് എങ്കിൽ പോലും ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ കലഹത്തിന് സാധ്യതയുണ്ട് എങ്കിലും അത് തരണം ചെയ്യുവാൻ, പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും വന്നു ചേർന്നിട്ടുള്ളതായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.